പുലിപ്പേടിയിലാണ് കാസർഗോഡെ 2 പഞ്ചായത്തിലെ ജനങ്ങൾ. മൂളിയാർ, കാറടുക്ക മേഖലകളിലുള്ളവർ പകൽ പോലും പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. ഒരേ സമയം പല ഭാഗത്തും നാട്ടുകാർ കൂട്ടത്തോടെ പുലികളെ കണ്ടിട്ടുമുണ്ട്. ഒരു വർഷം മുൻപ് ബോവിക്കാനം മേഖലയിൽ നാട്ടുകാർ ഗർഭിണിയായ പുലിയെ കണ്ടിരുന്നു. ഇത് വനം വകുപ്പിനെ അറിയിക്കുകയും ആവശ്യമായ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ചലനവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതിന്റെ പ്രത്യാഘാതമാണ് 2 പഞ്ചായത്തുകളിലെ ജനങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഒരു 2 വർഷം മുമ്പേ ഇവിടെ ഒരു പുലിയെ കണ്ടതായിട്ട് അധികൃതർ അറിയിക്കുകയും അപ്പോൾ അവരത് പുലിയല്ല, അത് കാട്ടുപൂച്ച എന്ന് പറഞ്ഞ് അതിനൊരു നിസ്സാരമാക്കി കളയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ശല്യകാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ പുലികൾ പെറ്റുപെരുകിക്കൊണ്ട് കുറേ പുലികളായി, ഒരു പുലികളല്ല, എത്രയോ പുലികൾ ഈ ഭാഗത്തായി. ഇപ്പോൾ ഇന്നലെ ഈ പ്രദേശത്ത് തന്നെ ഈ ഭാഗത്ത് തന്നെ പിന്നെ ഒരു പുലിയെ കണ്ട്. ആ പുലിയല്ല, ഒരു ദിവസം മുമ്പ് ബോവിക്കാൻ ടൗണിൽ വെച്ചിട്ട് വേറൊരു പുലിയെ കണ്ട്. ഇപ്പോൾ രാത്രിയൊന്നോ പകലൊന്നോ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിലാണ് പുലികൾ ഇറങ്ങുന്നത്. കാനത്തൂർ പയോലത്ത് അരുണാക്ഷന്റെ വീടിന്റെ സമീപത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരേ സമയം 3ലേറെ പുലികളെ കണ്ടു. ഇതേ സമയത്ത് തന്നെ ബേപ്പ് തലക്കോട്ടും ഒരു പുലിയെ കണ്ടു. കൊടുവഞ്ചിയിൽ മറ്റൊരു പുലിയെയും കണ്ടതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ബോവിക്കാനത്തെ വീട്ടുമുറ്റത്തും പുലിയെത്തി. നമ്മളിവിടെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടായിട്ട. അങ്ങനെ ഗേറ്റ് അടക്കാതെ ഇങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ തുള്ളിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞങ്ങൾ വാതിലടച്ച് ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ ഇവിടെ സീറ്റ് ഹോട്ടിലുണ്ടായ. അങ്ങനെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ അതിലെ കൂടിയിട്ട് പോയിട്ട് ഫോൺ വിളിച്ചിട്ട് ഓനും കണ്ട്. എൻ്റെ വീടിന്ന് പാഞ്ഞിട്ട് റോഡിലേക്ക് കൂടി പോകുമ്പോൾ ഓന് കണ്ട്. പിന്നെ താഴെ കുറേ ആൾ കൂടി അവർ കണ്ട്. നാടുനീളെ പുലി ഇറങ്ങിയിട്ടും വനം വകുപ്പ് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. 2 കൂടുകൾ സ്ഥാപിച്ചെങ്കിലും ഗുണമുണ്ടായിട്ടില്ല. അവർക്ക് കൊടുത്തിട്ടുള്ള 3 കൂടും ഒരു ഗണ്ണുമാണ് കൊടുത്തിട്ടുള്ളത്. ഗണ്ണിന് ഇതൊന്നുമില്ല, ഉണ്ടാകുന്നത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനെന്ത് സൊല്യൂഷൻ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനുള്ള സൊല്യൂഷനൊന്നും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ അധികാരികളായി സംസാരിക്കും. നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഓഫീസിൽ സമരം ചെയ്തെങ്കിലോ ഇതൊന്നും എന്ത് കാര്യം ചെയ്യാൻ പറ്റാല. അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെല്ലാം മേലധികാരികളാണ്. DFOയും പിന്നെ ജില്ലാ കളക്ടറാണ് ചെയ്യേണ്ടത്. ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജില്ലാ കളക്ടറോ DFO ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കളക്ടർക്ക് നിവേദനം നൽകി. എന്നാൽ വനം വകുപ്പിന്റെ മെല്ലെപ്പോക്കിൽ ജനങ്ങളിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.